ഇതൊരു 7294ൻ്റെ സ്റ്റീരിയോ ബോർഡാണ്. അതേപോലെ ഇത് മറ്റൊരു സബ് ഓഫറിന് വേണ്ടിയുള്ള ഒരു ബ്രിഡ്ജ് ബോർഡ്. അപ്പോൾ ഇത് രണ്ട് ബോർഡും ഫ്രഷ് വാങ്ങുമ്പോൾ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്താ വ്യത്യാസം നിങ്ങൾ കാണണ്ടോ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഐ സി ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു മൈക്ക ഷീറ്റ് ഉണ്ടാവും. ആ മൈക്ക ഷീറ്റ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ഹീറ്റ് ട്രാൻസ്ഫർ ആവാനുള്ള ഒരേ ഒരു വഴി. അപ്പോൾ മൈക്ക ഷീറ്റ് മോശമായിട്ടോ അല്ലെങ്കിൽ മൈക്ക ഷീറ്റ് പോരാ എന്നല്ല പറയുന്നത്. ഈ മൈക്ക ഷീറ്റ് നല്ലൊരു ഇൻസുലേറ്ററാണ്, അതേപോലെ തന്നെ നല്ലൊരു ഹീറ്റ് കണ്ടക്ടറാണ്. പക്ഷേ അത് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഹീറ്റ് ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ആവുന്നുള്ളതല്ല. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു ഹെൽപ്പും കൂടി ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു കണ്ടെത്തൽ. അതായത് ഈ ബോർഡ് വാങ്ങി ഇതിനകത്ത് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഈ IC ഇത് ഞാൻ ആദ്യം വാങ്ങി ഇത് ആദ്യം കണക്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കി. അപ്പോൾ ആ സമയത്ത് ഇതിനകത്ത് ഒരു IC കംപ്ലൈൻ്റ് ആയി. ഞാനിവിടെ ടച്ച് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ ICക്ക് ഈ സിങ്കിനെക്കാട്ടും വളരെ ഹീറ്റ് കൂടുതൽ. അപ്പോൾ ശരിക്കും എങ്ങനെ വേണ്ടത്? IC എപ്പോഴും സിങ്കിനെക്കാട്ടും കുറച്ചുകൂടെ ചൂട് കുറഞ്ഞിരിക്കുകയാണ് വേണ്ടത്. സിങ്കാണ് ഏറ്റവും ഹീറ്റായി നിൽക്കുക. അപ്പോൾ അതിന് പകരം IC കൂടുതൽ ഹീറ്റായി നിൽക്കുന്ന അവസ്ഥയുണ്ടായത്. അപ്പോൾ അത് ഞാൻ മറ്റൊരു ബോർഡിൽ ഇതുപോലെ മൈക്ക ഷീറ്റിൻ്റെ ഇടയിൽ ഞാനിതുപോലെ നമ്മളെ കമ്പൗണ്ട് വേസ്റ്റ് വളരെ നൈസായിട്ട് അതിൻ്റെ അടിയിൽ ക്ലിയർ ആയിട്ട്, അതായത് ഈ വൃത്തികേടായിട്ടാണ് അധികമാളും ഈ കമ്പൗണ്ട് വേസ്റ്റ് ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ അത് വളരെ വൃത്തിയായിട്ട് നന്നാക്കി ചെയ്തപ്പോൾ ആ ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നതിൻ്റെ സ്പീഡ് കുറച്ച് കൂടുതലുണ്ടായി. അപ്പോൾ വളരെ നന്നായിട്ട് നല്ല കൂളായി നിൽക്കുന്ന അവസ്ഥയിലാണ് ആ IC പിന്നെ കണ്ടത്. അത് നമ്മൾ സാധാ 2030 IC തന്നെ. അപ്പോൾ അത് ചെയ്തപ്പോൾ ഉണ്ടായ റിസൾട്ട് ആ IC ഇപ്പോഴും വർക്കിംഗ് ആണ്, വളരെ ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിന് കാരണം ആ ഹീറ്റ് കൂടുതലായിട്ട് ട്രാൻസ്ഫർ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് ഇതിലും ഇങ്ങനെ വാങ്ങുന്ന ബോർഡുകളിലും അത് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൽ ഈ കമ്പനി സെറ്റുകളിലൊക്കെ നോക്കുക. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് എല്ലാ കമ്പനി ബ്രാൻഡുകൾ സെറ്റുകളുടെ ഉള്ളിലും ആ ICയോ മോസ്ഫെറ്റോ FET ട്രാൻസിസ്റ്റർ ഏത് തരം ആംപ്ലിഫയർ ആയാലും ഇതിൻ്റെ ആ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ അതിൻ്റെയൊക്കെ ആ ഇടയിൽ ആ ഹീറ്റ് സിങ്ക് പേസ്റ്റാണ് കമ്പനി ഉപയോഗിച്ചിട്ടുള്ളത്. അതിപ്പോൾ അതിന് തെർമൽ ഒരു ട്രാൻസ്ഫർ ഉള്ള ഒരു ടൈപ്പ് ഇങ്ങനെയുള്ള ഈ ബോർഡിലായാലും ഇതിനകത്തും അതിനകത്ത് ആ ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാ അവർ അതിലേക്ക് ഉപയോഗിക്കണം? അവരുടെ ആ ബ്രാൻഡുകളുടെ കാട്ട് ക്വാളിറ്റി കൂടിയ സാധനങ്ങളായതുകൊണ്ടാണോ അല്ലെങ്കിൽ അതിനായിട്ട് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളായതുകൊണ്ടായിരിക്കുമോ ഇതിലൊന്നും നമുക്കത് ഉപയോഗിക്കേണ്ട അവസ്ഥ ഇല്ലാത്തത്? അപ്പോൾ എന്തായാലും അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ. അപ്പോൾ ഇത് വാങ്ങിയിട്ട് നമ്മൾ അസംബിൾ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഈ സ്ക്രൂ ഒന്ന് അയക്കുക, അതിൻ്റെ അടിയിൽ ചെറുങ്ങനെ ഒന്ന് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത്ര ചെയ്താൽ ഇതിന് കുറച്ചും കൂടി ഒന്ന് ലൈഫ് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതാണ് ഈ ചെറിയ ടിപ്പാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് പല കാരണം കൊണ്ടും പലപ്പോഴും ഇത് ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഇല്ലാത്തതിൻ്റെ പേരിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ വാങ്ങിക്കൊണ്ടുവന്ന് ആ ഫ്രഷ് അല്ലേ എന്നുള്ള കണക്കിന് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നു പ്ലേ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ പോകുന്നുണ്ടെങ്കിൽ അത് ഇതൊരു കാരണമായിരിക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ചീപ്പായിട്ട് വളരെ വില കുറവാണ് ഈ പേസ്റ്റിന്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്തായാലും അതിൻ്റെ ലൈഫിനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത് ചെയ്ത് നോക്കുക. റിസൾട്ട് അങ്ങനെ പുതിയ ബോർഡ് വാങ്ങുന്നവർക്ക് പിന്നെയും പോകുന്നുണ്ടെങ്കിൽ അത് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത് കറക്റ്റാണോ എന്ന് തൊട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ വ്യത്യാസം രണ്ടാമത് പേസ്റ്റ് ഇട്ടപ്പോൾ ഉണ്ടായതുകൊണ്ടാണ് ഞാനതിപ്പോൾ പറയുന്നത്. ഇത് മുൻകൂട്ടി പറയേണ്ടായിരുന്നു, കുറേ കാലം മുമ്പ് ചെയ്ത ഒരു സംഭവമാണ്. പിന്നെ ഞാൻ ചെയ്യുന്നതിലധികം ഞാൻ ആ പേസ്റ്റ് ഇട്ടാണ് സംഭവം അപ്ലൈ ചെയ്യുക. പേസ്റ്റ് ഇടാത്ത ഒരു ആമ്പ് പോലും ഞാൻ കൊടുത്തിട്ടുണ്ടാവില്ല, വളരെ അപൂർവമായിരിക്കും. വല്ലപ്പോൾ പേസ്റ്റ് തീർന്നു പോയിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ കൊടുക്കാതിരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.